ശൈഖുനാ സിയം വലിയുള്ളാഹിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മൾ ഓർക്കുന്നത്, നമ്മൾ അനുസ്മരിക്കുന്നത്. അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ്, അവിടുത്തെ ജീവിതത്തെ പഠിക്കുകയാണ്, അവരുടെ മനസ്സിലാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ പഠനകാലം ആദ്യമായി ദർസിൽ അതേ ചേരുകയാണ്. മദ്രസയിൽ ചേരുന്ന സമയത്ത് തന്നെ അവിടത്തേക്ക് പരിശുദ്ധമായ ഇൽമ് പഠിപ്പിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ആദ്യമായി അവിടുന്ന് പഠിച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യത്തെ ഇൽമ് അതാണ്. ബിസ്മി പഠിക്കുകയാണ്. ബിസ്മി കൊണ്ടാണല്ലോ തുടങ്ങേണ്ടത്. ബിസ്മി കൊണ്ട് എന്ത് കാര്യം തുടങ്ങിയാലും അതിൽ ബറക്കത്തുണ്ട് എന്ന് ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാത്ര പോകാൻ ഒരുങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അങ്ങനെ തുടങ്ങി ഏത് നല്ല കാര്യത്തിന് വേണ്ടി ആരംഭിക്കുന്ന സമയത്തും ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ അത് വലിയ ബറക്കത്താണ്. മുഅ്മിനീങ്ങളെ, ശൈഖുന ആദ്യമായി പഠിച്ച ഇൽമ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതുകൊണ്ടാണ് ഇൽമ് ആരംഭിച്ചത്. ബിസ്മിക്ക് വലിയ പവറല്ലേ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഒരു കപ്പൽ ഉണ്ടാക്കിയില്ലേ? ആ കപ്പലതാ, കപ്പലിന്റെ കപ്പിത്താൻ എന്തായിരുന്നു? അതിന് പ്രത്യേകമായ ഡ്രൈവർ ഉണ്ടോ? ഇല്ല, ഇല്ല. ആ കപ്പലിനോട് ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ കപ്പൽ യാത്ര ആരംഭിക്കും. ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ കപ്പൽ അതിന്റെ യാത്ര അവസാനിപ്പിക്കുകയാണ്. അതാണ് ബിസ്മില്ലാ എന്നതിന്റെ പവർ. സുബ്ഹാനല്ലാഹ്, റോമിന്റെ ചക്രവർത്തിയായ കൈസർ, ആ കൈസറിന് എപ്പോഴും വലിയ ഒരു തലവേദന, വിട്ടുമാറാത്ത തലവേദന, സഹിക്കാൻ കഴിയാത്ത തലവേദന. സുബ്ഹാനല്ലാഹ്, ഡോക്ടർമാരായ എല്ലാ ഡോക്ടർമാരെയും കാണിച്ചു നോക്കി, പക്ഷേ ഒരു ഫലവും ഇല്ല. തലവേദന മാറുന്നില്ല. റോമിന്റെ ചക്രവർത്തിയായ കൈസറിന്റെ തലവേദന മാറുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും, എത്ര ഡോക്ടർമാരെ കാണിച്ചിട്ടും, വൈദ്യന്മാരെ കാണിച്ചിട്ടും രോഗത്തിന് ശമനമില്ല. അവസാനം ഖലീഫയായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് എത്തുകയാണ്. മഹാനവറുകളോട് പറയുകയാണ്, തലവേദന മാറുന്നില്ല, രാജാവിന്റെ തലവേദന. റോമിന്റെ ഭരണാധികാരിയായ കൈസറിന്റെ തലവേദന മാറുന്നില്ല. അതുകൊണ്ട് തലവേദന മാറാൻ വല്ല മരുന്നുമുണ്ടോ? സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു തൊപ്പി കൊടുത്തയക്കുകയാണ്. കൈസറിന്റെ തലയിൽ ആ തൊപ്പി വെച്ചപ്പോ തലവേദന അങ്ങ് മാറിപ്പോയി. സുബ്ഹാനല്ലാഹ്, തലയിൽ നിന്ന് തൊപ്പി എടുത്താൽ ഉടനെ തലവേദന, വീണ്ടും ആ തൊപ്പി തലയിലേക്ക് വെച്ചാൽ ആ തലവേദന മാറുകയാണ്. ഇതൊന്നൊരു അത്ഭുതമാണ്. ഒരു തൊപ്പിക്ക് തലവേദന മാറ്റാൻ കഴിയുമോ? കൈസർ അത്ഭുതപ്പെട്ടു പോയി. ആ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചാൽ പിന്നെ തലവേദനയില്ല. തലവേദന കൊണ്ട് എത്ര ആളുകളാ കഷ്ടപ്പെടുന്നതല്ലേ? മൈഗ്രെയിൻ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. തലവേദന കൊണ്ട് വേദനിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ തലവേദനകളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്.
കൈസറിന് ഒരു ആഗ്രഹം, ഇതെന്താണ്? ഈ തൊപ്പി വെക്കുമ്പോഴേക്ക് തലവേദന മാറാനുള്ള കാരണം എനിക്കൊന്ന് അറിയണമല്ലോ. തലവേദന മാറാനുള്ള കാരണം എന്താണ്? ഈ തൊപ്പിക്ക് എന്ത് അത്ഭുത സിദ്ധിയാണുള്ളത്? ആ റോമിന്റെ ചക്രവർത്തിയായ കൈസർ ആ തൊപ്പിയെടുത്തിട്ട് ആ തൊപ്പിയുടെ ഉള്ളിൽ ഒന്ന് പരിശോധിച്ചു നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ തൊപ്പിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു കടലാസിൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ തൊപ്പിയുടെ ഉള്ളിൽ. ആ കാരണത്താൽ അദ്ദേഹത്തിന്റെ തലവേദന മാറുകയാണ്. ഉസ്താദേ, എനിക്ക് തലവേദന അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. ബഹുമാനവും ആദരവുമെല്ലാം കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ ചെയ്യാം. ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് അതും വെച്ച് തലയിൽ വെച്ച് പോകാൻ പാടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദബ് വലിയ വിഷയമാണ്. അദബ് പരിപൂർണമായി കീപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ നോ പ്രോബ്ലം, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അതേ സമയത്ത് അദബൊന്നും കീപ്പ് ചെയ്യാൻ കഴിയൂല എങ്കിൽ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും നിൽക്കരുത്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു തരട്ടെ. ഞാൻ പറയുന്നത് ശൈഖുനാ ഖുതുബുൽ ആലം സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആദ്യമായി പഠനം ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളും അങ്ങനെയാണ് പഠനം ആരംഭിക്കേണ്ടത്. ഒരു വലിയ മഹാന്റെ അടുക്കൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഒരു പണ്ഡിതന്റെ അടുക്കൽ ചെന്നിട്ട് മക്കൾക്ക് വിദ്യ നുകരുവാൻ വേണ്ടി ശ്രമിക്കുമ്പോ ആദ്യമായി ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണം. പുതിയ അധ്യയന വർഷം വരികയാണ്. ക്ലാസ്സുകളൊക്കെ ഒരുപക്ഷെ ഓൺലൈനിലൂടെ ആവാം. എന്നിരുന്നാലും ഒരു അധ്യയനം തുടങ്ങുക, വിദ്യാഭ്യാസം ആരംഭിക്കുക എന്നത് അത് വലിയൊരു വിഷയം തന്നെയാണ്. അത് ആരംഭിക്കേണ്ടതുപോലെ ആരംഭിച്ചാൽ വലിയ ഉന്നതമായ വിജയങ്ങൾ കീഴടക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഇൽമു പഠിക്കുവാനും നല്ല ഇൽമുകൾ കരസ്ഥമാക്കുവാനും അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ശൈഖുനയുടെ പഠനകാലം എന്ന് പറയുന്നത് ഏതൊരാളും പഴയ കാലങ്ങളിൽ അവരുടെ ഇൽമിന്റെ പഠനം ആരംഭിക്കാറുള്ളത് അവരുടെ നാടുകളിൽ നിന്ന് തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ഇൽമിന്റെ ലോകത്തേക്ക് ശൈഖുന കടന്നു വരുന്നത് മടവൂരിൽ വെച്ച് തന്നെയാണ്. ആരാണ് ആദ്യത്തെ ഗുരുനാഥൻ എന്നറിയുമോ? പ്രിയപ്പെട്ട പിതാവ് തന്നെ, കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഉപ്പ വലിയ ആലിമാണ്, ബാപ്പ വലിയ പണ്ഡിതനാണ്, വലിയ വലിയാണ്, വലിയ വായവാണ്, നല്ല വഅദ് പറയുന്ന ആളാണ്. കുഞ്ഞിമായിൻ കോയ മുസ്ലിയാർ ആ ബാപ്പയുടെ അടുക്കൽ തന്നെ ഇൽമു പഠിക്കുകയാണ്. അങ്ങനെ ഇൽമു പറഞ്ഞു പഠിച്ച് വളരുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇൽമുകളെല്ലാം സ്വായത്തമാക്കാനുള്ള ഒരു കഴിവ് ശൈഖുനക്ക് അല്ലാഹു കൊടുത്തിരുന്നു. നല്ല സ്ഫുടമായ ഭാഷ, അതാണ് ശൈഖുനയുടെ വലിയ പ്രത്യേകത. ആര് വന്നാലും ഇനി വേണ്ട, വന്നോളൂ, അങ്ങനെ തുടങ്ങി നല്ല അച്ചടി ഭാഷയിലുള്ള സംസാരമായിരുന്നു അത്രേ ശൈഖുന ഖുതുബുൽ ആലം സിയം വലിയുള്ളാഹിയുടെ സംസാരം. ആരെയും ആകർഷിപ്പിക്കുന്ന സംസാര ശൈലി.
സുബ്ഹാനല്ലാഹ്. ഓരോ നാട്ടിലും ഓരോ ഭാഷ ഉണ്ടാകും അല്ലേ? ഓരോ നാട്ടിലും 6 നാട്ടിൽ 600 ഭാഷയാണ്. അതാത് നാടുകളിലുള്ളവർക്ക് മാത്രമേ ആ നാട്ടിലെ ഭാഷ സംസാരിക്കാൻ അറിയൂ. എന്നാൽ ശൈഖുനാ സിയം വലിയുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി ചെറിയ പ്രായത്തിൽ തന്നെ സംസാരിക്കുന്ന സമയത്ത് നല്ല സ്ഫുടമായ ഭാഷ ഉപയോഗിച്ചിരുന്നുവെന്ന് ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവിടുത്തെ ചരിത്രം വായിക്കുമ്പോൾ അത് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുനാ സിയം വലിയുള്ളാഹിയുടെ കൂടെ ഒരുപാട് കാലം ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട വൈലത്തൂർ യൂസുഫുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടുന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്ഫുടമായ ഭാഷ മാത്രമേ സംസാരിക്കുകയുള്ളൂ. കാലിക്കറ്റ് എന്നാരോ പറഞ്ഞപ്പോ കാലിക്കറ്റ് എന്നല്ല വായിക്കേണ്ടത്, സാലിസൂട്ട് എന്നാണ് വായിക്കേണ്ടത് എന്ന് ശൈഖുന സിയം വലിയുള്ള പറഞ്ഞിരുന്നു അത്രേ. ഇപ്പൊ കേവലം ഒരു മലയാള ഭാഷയിൽ മാത്രമല്ല, എല്ലാ ഭാഷയിലും നല്ല അഗ്രഗണ്യനായിരുന്നു മഹാനായ ശൈഖുന സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലേ? കാലിക്കറ്റ് എന്ന് വായിക്കുന്നത് സാലിസൂട്ട് എന്നും വായിക്കാമല്ലോ. അത് ശൈഖുന പറഞ്ഞതാണ്, സിയം വലിയുള്ളാഹി. അപ്പൊ അവർക്ക് ഇംഗ്ലീഷും പാഠമുണ്ട്, എല്ലാ ഭാഷകളും അവിടത്തേക്ക് അറിയാം. അത് അള്ളാഹു കൊടുക്കുന്ന പ്രത്യേകമായ ഒരു കഴിവാണ്. സുബ്ഹാനല്ലാഹ്. ശൈഖുനായുടെ ജീവിത പഠനകാലം അത് സ്വന്തം ബാപ്പയിൽ നിന്ന് തുടങ്ങി. പിന്നീട് ഒരുപാട് വലിയ മഹാന്മാർ, മലയമ്മ ഉസ്താദ് എന്നറിയപ്പെടുന്ന വലിയ പണ്ഡിതനിൽ നിന്ന് വലിയ മഹാനായ ഇമ്പിച്ചാലി ഉസ്താദ്, അല്ലാഹ് ഇൽമിന്റെ ബഹ്റാൻ, മങ്ങാട് ഇമ്പിച്ചാലി അഥവാ കാന്തപുരത്തിന്റെ തൊട്ടടുത്തുള്ള മങ്ങാട് എന്ന് പറയുന്ന പ്രദേശത്ത് ബഹുമാനപ്പെട്ട ശൈഖുനാ സിയം വലിയുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി ദർസിൽ പഠിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടുന്ന് പഴയ പഴമക്കാരായ ആളുകളോട് അത് ആ കാലഘട്ടത്തെ കുറിച്ച് ചോദിച്ചപ്പോ ഇൽമ് പഠിക്കാൻ വേണ്ടി ശൈഖുന മടവൂരിൽ നിന്ന് വരികയാണെങ്കിൽ കയ്യിൽ ഒരു കൊടയുണ്ടാകും അത്രേ. ചെറിയ മുതഅല്ലിമായിരിക്കുന്ന സമയത്ത് കയ്യിൽ ഒരു കൊടയുണ്ടാകും. എന്തിനാണ് ഈ കൊട? ആ കൊട കൊണ്ട് എത്ര വെയിലുണ്ടായാലും എത്ര തണുപ്പുണ്ടായാലും ചൂടായാലും മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കൊടയും പിടിച്ചാണ് അത്രേ ശൈഖുന ദർസിലേക്ക് വന്നിരുന്നത്. കാരണം ഞാൻ നടന്നു പോകുമ്പോ എന്നെ ആരും കാണണ്ട, എന്നെ ആരും അറിയണ്ട. അങ്ങനെ വളരെ വിനയാന്വിതനായി, വളരെ പാപപ്പെട്ട ഒരു മുതഅല്ലിമായി, എല്ലാവരോടും വലിയ സ്നേഹമുള്ളവരായി, പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരിൽ ഒരാൾക്ക് പോലും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഇൽമു പഠിച്ച് കൂട്ടുകാർക്കിടയിൽ എല്ലാവരാലും സ്വീകാര്യനായി വളർന്ന ഒരു മഹാനാണ് ഖുത്ബുൽ ആലം ശൈഖുനാ സിയം വലിയുള്ളാഹ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടുത്തെ പദയെ കാണാത്തവരാണല്ലോ സാധുവായ നമ്മളൊക്കെ. ഈ സാധുവായ എനിക്ക് അവിടുത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കാണാത്ത നമുക്ക് പോലും അവിടുത്തെ ജീവിതത്തെ കുറിച്ച് പറയാൻ വലിയ ആവേശമാണ്, വലിയ ആനന്ദമാണ്. എന്തുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ? അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു ശൈഖുനാ ഖുത്ബുൽ ആലം സിയം വലിയുള്ളാഹ്. അവിടുത്തെ മദദ് നമുക്ക് ലഭിക്കണം, അവിടുത്തെ സഹായം നമുക്ക് ലഭിക്കണം. വളരെ പെട്ടെന്ന് തന്നെ കിതാബുകൾ ഓതിപ്പഠിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ദർസുകളിലൊക്കെയുണ്ട്. വലിയ ഒരു ഗ്രന്ഥമാണ് മിഷ്കാത്ത്. മിഷ്കാത്താണ് ദർസിലെ ഏറ്റവും വലിയ കിതാബ്. ആദ്യമൊക്കെ ദർസിൽ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ കിതാബ് കണ്ടാൽ നമ്മളിങ്ങനെ ഞെട്ടും. റഹ്മാനായ റബ്ബേ, ഈ കിതാബ് ഇപ്പൊ പഠിക്കാനുണ്ടോ? അത്ര വലിപ്പുണ്ട് മിഷ്കാത്ത്. സുബ്ഹാനല്ലാഹ്. അതിന്റെ വീതിയും അതിന്റെ നീളമൊക്കെ ഒരാൾക്ക് ശരിക്കും പിടിച്ചാ പൊന്തൂല, അത്ര വലിയ വലിപ്പുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിങ്ങനെ ഉസ്താദുമാര് ദർസ് എടുക്കുന്ന കണ്ടാല്
നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കും, റഹ്മാനായ റബ്ബേ ഇനി ഈ കിതാബൊക്കെ എങ്ങനെയാ ഓതി പഠിക്കുക? അത്ര വലിപ്പമുണ്ട്, കാണുമ്പോ തന്നെ പേടിയാവും. ദർസിൽ അത് ഓതാൻ തുടങ്ങിയാല് പിന്നെ സംഭവം നല്ല ഹദീസിന്റെ ഗ്രന്ഥമാണ്. നല്ല ഒരുപാട് വിഷയങ്ങളെ വളരെ സരളമായി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നല്ല ഒരുപാട് അധ്യായങ്ങളെ ആ മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വളരെ രസമാണ് മിഷ്കാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം. ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് വിഷയങ്ങളും ആ ഗ്രന്ഥത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ കിതാബ് ഓതി തുടങ്ങുമ്പോൾ രസമാണെങ്കിലും അത് മാധ്യമമൊക്കെ കാണുമ്പോൾ വലിയ പേടിയാവും. അത് ഓതാൻ വേണ്ടി കയ്യിലേക്ക് കിതാബ് എടുത്ത സ്വന്തം തന്നെ തോന്നി ഞാനിപ്പോ വലിയൊരാളായി. അങ്ങനെയാണ് ദർസ് പഠിക്കുന്ന സമയത്ത് മിഷ്കാത്ത് ഓതാൻ തുടങ്ങിയാൽ മിഷ്കാത്തിന്റെ കിതാബുമായിട്ട് ചെറിയ കുട്ടികളുടെ മുന്നിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ, ദർസില് ജൂനിയർ സീനിയർ ഒക്കെ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ഈ മിഷ്കാത്ത് എടുത്തിട്ട് ഇങ്ങനെ ചെറിയ കുട്ടികളുടെ മുന്നിലൂടെ ഇങ്ങനെ പോകുമ്പോ ഒരു ആവേശം. കാരണം നമ്മളെ മുമ്പ് കുറെ ആൾ ആവേശാക്കി വിട്ടതാണ്. നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മളെ മുന്നിലൂടെ ഇവര് മിഷ്കാത്ത് എടുത്തുമ്പോ നമ്മൾ പേടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ മിഷ്കാത്ത് എടുത്തു പോകുന്ന സമയത്ത് ഞങ്ങൾ ചെറിയ ജൂനിയറായ കുട്ടികളുണ്ടാവും, അവരൊക്കെ ഒന്ന് പേടിപ്പിക്കാന്നൊരു ആഗ്രഹം നമുക്കുണ്ടാവൂലേ? സ്വാഭാവികമാണ്. കോളേജുകളിലൊക്കെ പഠിക്കുന്നവരാകുമ്പോ വലിയവരും ചെറിയവരും ഒക്കെ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ശൈഖുനാ ഖുതുബുൽ ആലം സിഎം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വളരെ പെട്ടെന്ന് തന്നെ മിഷ്കാത്തിലേക്ക് കടന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആരും പെട്ടെന്ന് മിഷ്കാത്ത് എന്ന ഗ്രന്ഥത്തിലേക്ക് കയറി ചെല്ലാറില്ല. ഒരുപാട് ചെറിയ പാഠങ്ങൾ പഠിച്ച് ചെറിയ കിതാബുകൾ ഓതി അങ്ങനെ അജിനാസും സഞ്ചാനും അതുപോലെ തന്നെയുള്ള തഖ്വീമുൽ ലിസാനും അങ്ങനെ അൽഫയും ഒക്കെ ഓതി അങ്ങനെ പിന്നീട് കുറച്ച് കഴിയുമ്പോഴാണ് ഈ കിതാബിലേക്ക് എത്തുക. ഏകദേശം ദർസിന്റെ ഒരു പ്രധാന ഘട്ടമാണത്. അവസാനമായി ദർസിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഓതുന്ന ഒരു ഗ്രന്ഥമാണ്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ മിഷ്കാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം ശൈഖുനാ സിഎം വലിയുള്ളാഹി ഓതാൻ തുടങ്ങിയെന്ന് മാത്രമല്ല ആ കിതാബുമായിട്ട് കോണിപ്പടി കയറി വരുമ്പോ മഹാനവറുകള് ആ കിതാബിന്റെ ഭാരം കൊണ്ട് കയ്യിൽ നിന്ന് പിടുത്തം വിട്ട് താഴെ വീണുപോയത്രേ കോണിപ്പടി കയറി വരുന്ന സമയത്ത്. അപ്പൊ എത്ര ചെറിയ പ്രായത്തിൽ ആ മിഷ്കാത്തിന്റെ ഗ്രന്ഥം ശൈഖുനാ സിഎം വലിയുള്ളാഹി ഓതിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേയുള്ളൂ. അത്രയും ചെറിയ പ്രായത്തിൽ ആ കിതാബുമായിട്ട് കോണിപ്പടിയിലൂടെ കയറി വരുമ്പോ കിതാബിന്റെ ഭാരം സഹിക്കാൻ കഴിയാഞ്ഞിട്ട് മഹാനവറുകൾ കോണിപ്പടിയിൽ തന്നെ വീണുപോയത്രേ. അപ്പൊ ഉസ്താദ് പറഞ്ഞു ഇനി മിഷ്കാത്ത് ഓതേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇൽമുകളെല്ലാം സ്വായത്തമാക്കും. ശൈഖുന ദർസ് കഴിഞ്ഞാല് മറ്റുള്ള കുട്ടികളൊക്കെ അധ്വാനിച്ച് പഠിക്കുമ്പോ ശൈഖുന സിഎം വലിയുള്ളാഹി ഒരൊറ്റ കിടത്തമാണത്രേ. അള്ളാഹുവിൽ ലയിച്ചുകൊണ്ടുള്ള കിടത്തം. ആ മറ്റുള്ള കുട്ടികൾക്കൊക്കെ ശൈഖുനയോട് അങ്ങനെ ചെറിയൊരു നീരസുണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ഒന്നിച്ച് പഠിക്കുന്ന ഒരാള് നമ്മൾ വളരെ അധ്വാനിച്ച് ചില മുത്താലിമീങ്ങൾ ഉണ്ടാകും, അധ്വാനിച്ച് പഠിക്കായിരിക്കും. അപ്പൊ ചില ആളുകൾ ഉണ്ടാവും ദർസില് വളവന്മാര്, അവര് കിതാബില് ദർസിലൊക്കെ ഉണ്ടാവും, പിന്നീട് പഠിക്കുന്നതൊന്നും കാണൂല. അവർക്ക് പോയി കിടക്കുക, കളിക്കുക, അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ. അപ്പൊ ഈ പഠിക്കുന്ന ആളുകൾക്ക് ഇത് കാണുമ്പോ ഭയങ്കര ദേഷ്യമായിരിക്കോ, ഞാനിങ്ങനെ അധ്വാനിച്ച് പഠിക്കുന്ന സമയത്ത് ഇവര് പോയി കാണുന്നില്ലേ കിടക്കുന്നത്, അല്ലെങ്കിൽ കളിക്കുന്നത് കാണുന്നില്ലേ എന്നൊക്കെ ഉണ്ടാകുന്ന ചെറിയ വിഷമൊക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള ആളുകള് ചിലപ്പോ നല്ല ബുദ്ധിയുള്ള ആളുകൾ ഉണ്ടാവും. അവർക്ക് ഈ ദർസിൽ കേട്ടത് തന്നെ മതി, പിന്നെ വേറെ എക്സ്ട്രാ പോയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പ്രാവശ്യം ഉസ്താദ് പറഞ്ഞു കൊടുത്താൽ അത് മുഴുവനും അതുപോലെ ബൈഹാർട്ടാക്കിയിരുന്ന ഒരുപാട് ആലിമീങ്ങളുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്ന വലിയ മഹാന്മാരായ ആലിമീങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു പ്രാവശ്യം ഉസ്താദ് പറഞ്ഞു കൊടുത്താൽ മതി. ശൈഖുന സിഎം വലിയുള്ളാഹി റഹ്മത്തുള്ളാഹി ക്ലാസ് കഴിഞ്ഞു വന്നാൽ പിന്നെ ഒരൊറ്റ കിടത്താണ് നാഥനായ
റബ്ബിലേക്ക് ലയിച്ചുകൊണ്ടുള്ള ആ ഒരു കിടത്തം. സുബ്ഹാനല്ലാഹ്. മറ്റു കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ വലിയ വിഷമായി. അവർ ഉസ്താദിനോട് പറഞ്ഞു പോയി, ഉസ്താദേ ഇതെന്ത് പരിപാടിയാ, നമ്മൾ ഒന്നിച്ച് പഠിക്കുന്നവരാണ്, അവര് കാണുന്നില്ലേ നമ്മളുടെ അധ്വാനിച്ച് പഠിക്കുമ്പോ പോയി കിടക്കുന്നത്. എന്നാൽ ഉസ്താദ് ഇത് കേട്ടപ്പോ ഉസ്താദ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ നന്നായി ഒന്ന് പരിശോധിക്കണം. അങ്ങനെ പിറ്റേ ദിവസം ക്ലാസ്സിന് വന്നിരുന്നപ്പോ കിതാബ് ചൊല്ലിക്കൊടുക്കുന്നതിന് മുമ്പ് ഒരു പരിശോധനയുണ്ടാകും. തലേന്ന് ഓതിക്കൊടുത്തതെല്ലാം പഠിച്ചിട്ടുണ്ടോ ശൈഖുന എന്ന ആ മുതഅല്ലിമിനോട് ഉസ്താദ് പറഞ്ഞു, കിതാബ് ഒന്ന് ഓതണം. ഇന്നലെ എടുത്ത ഭാഗം സുബ്ഹാനല്ലാഹ്, അത്ഭുതകരമെന്ന് പറയട്ടെ, ഇന്നലെ എടുത്ത ഭാഗം ഉസ്താദ് ഏത് രൂപത്തിലാണോ ചൊല്ലിക്കൊടുത്തത് അതിലൊരു പുള്ളി പോലും വ്യത്യാസമില്ലാതെ, ഒരു ഭാഗം പോലും വിട്ടുകളയാതെ അത് വളരെ കൃത്യമായി ശൈഖുന സിയം വലിയുള്ളാഹ് എന്ന ചെറിയ മുതഅല്ലിമ് ഉസ്താദിന്റെ മുന്നിൽ ഓതിക്കൊടുക്കുകയാണ്. കൂടെയുള്ള കുട്ടികൾ പോലും ആശ്ചര്യപ്പെട്ടു പോയി, അത്ഭുതപ്പെട്ടു പോയി. ഇതെന്തൊരു അറിവാണ്. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ പഠനത്തിന്റെ എല്ലാ മേഖലകളും കീഴടക്കി ഉന്നതമായ പഠനങ്ങളിലേക്ക് കയറി ചെന്ന മഹാനാണ് ഖുത്ബുൽ ആലം ശൈഖുനാ സിയം വലിയുള്ളാഹ്. വലിയ ആലിമാണ്, വലിയ ഫഖീഹാണ്, വലിയ പണ്ഡിതനാണ്. എല്ലാ അറിവുകളും ജീവിതത്തിൽ സ്വായത്തമാക്കിയ വലിയ പണ്ഡിതനാണ് കേട്ടോ ശൈഖുനാ ഖുത്ബുൽ ആലം സിയം വലിയുള്ളാഹ്. ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹുവേ അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ നാഫിയായ ഇൽമു നൽകണേ അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മക്കൾക്ക് നീ നല്ല ബുദ്ധിശക്തി നൽകണേ അല്ലാഹ്, നല്ല ഓർമ്മശക്തി നൽകണേ അല്ലാഹ്, നല്ല ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്, നല്ല ഹാഫിളത്തുകളാക്കണേ അല്ലാഹ്, നല്ല മനസ്സ് നൽകണേ അല്ലാഹ്, നല്ല പഠിക്കാനുള്ള കഴിവ് നൽകണേ അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് റബ്ബേ പഠിക്കുന്നതെല്ലാം വളരെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ നീ മാറ്റണേ അല്ലാഹ്. നമ്മുടെ മദനീയത്തിന്റെ കുസുമങ്ങളെ അല്ലാഹുവേ, എത്രയോ കുസുമങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. നല്ലവരായ മദനീയം കുടുംബത്തിലെ മക്കള് അല്ലാഹുവേ, അവര് അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന മക്കളാ, അവര് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന മക്കളാ, അവര് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന മക്കളാ, അവര് ഹദ്ദാദ് ചൊല്ലുന്ന മക്കളാ. അല്ലാഹുവേ, ആ മക്കൾക്ക് നമ്മുടെ മദനീയത്തിന്റെ കുസുമങ്ങൾക്ക് അല്ലാഹുവേ നല്ല ബുദ്ധിശക്തി നൽകണേ അല്ലാഹ്, നല്ല ഓർമ്മശക്തി നൽകണേ അല്ലാഹ്. ഖുത്ബുൽ ആലം ശൈഖുനാ സിയം വലിയുള്ളാഹിയുടെ കറാമത്ത് കൊണ്ട് നല്ല ഓർമ്മശക്തി ആ നമ്മുടെ മദനീയം കുസുമങ്ങളുടെ ഖൽബിലേക്ക് നീ ഇട്ടുകൊടുക്കണേ അല്ലാഹ്, ഇട്ടുകൊടുക്കണേ അല്ലാഹ്. പഠിക്കുന്നതെല്ലാം നിലനിൽക്കുവാനും മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള മക്കളായി ശൈഖുനാ സിയം വലിയുള്ളാഹിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മക്കളെ നീ മാറ്റണേ അല്ലാഹ്. അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരെയും അല്ലാഹു നന്നാക്കി തരട്ടെ. ഒരുപാട് മഹാന്മാരുടെ അടുക്കൽ നിന്ന് ശൈഖുനാ സിയം വലിയുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് വലിയ വലിയ ഇൽമുകൾ പഠിച്ചിട്ടുണ്ട്. മോങ്ങം അവറാൻ മുസ്ലിയാർ മഹാനായ ശൈഖുനയുടെ ഉസ്താദാണ്. അതുപോലെ തന്നെ മലയമ്മ ഉസ്താദ് നാലകശ്ശേരി അബൂബക്കർ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി അവരൊക്കെ ശൈഖുനയുടെ ഉസ്താദുമാരാണ്. അല്ലാഹ്, വലിയ വലിയ മഹാന്മാരുടെ അടുക്കൽ നിന്ന് ഇൽമു പഠിച്ചു വലിയ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിയ മഹാൻ
അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ.